ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കിയെടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു നുള്ളു മാത്രം തന്നെ ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ട നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. മുട്ട ഒരുപാട് അങ്ങോട്ട് മൊരിയൊന്നും വേണ്ട, നന്നായിട്ട് കുക്കായി വന്നാൽ മതി. അതുവരെ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഏതുതരം ബ്രെഡായാലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 പീസ് ബ്രെഡാണ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബ്രെഡിൻ്റെ മേൽഭാഗത്തും ഇതുപോലെ കുറച്ച് ബട്ടറാക്കി കൊടുക്കാം. എന്നിട്ടത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ റെസിപ്പി നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാതെയും ചെയ്തെടുക്കാം. പക്ഷേ അതുപോലെ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടൊക്കെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് എടുക്കാം. അതിന് ശേഷം ഈ ബ്രെഡിൻ്റെ ഒരു പീസിൽ നമുക്ക് കുറച്ച് മയോണൈസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസിൻ്റെ അളവൊക്കെ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ട വെച്ച് കൊടുക്കാം. അതും അതെ, നമുക്ക് എത്രയാണോ വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് കുറച്ച് ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, സവാള അതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യാനുസരണം വെച്ച് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് വെക്കണം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അതുപോലെ തന്നെ വെജിറ്റബിൾസിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതായാലും എടുക്കാം. അതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ കൂടെ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് കയ്യിലുണ്ടെങ്കിൽ അതും ഒരു നുള്ളു ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ പലതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അതിനുശേഷം അവസാനം ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മയോണൈസിൽ ചെറുതായിട്ടൊരു പുളി ഉണ്ടാവും. അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഏതായാലും എടുക്കാം. എന്നിട്ട് ഇനിയുള്ള ബ്രെഡിൻ്റെ പീസിലും ഇതുപോലെ കുറച്ചൊന്ന് മയോണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ച്. ഇതിന് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. കഴിക്കുമ്പോൾ ആ ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് മുട്ട വെച്ചിട്ട് മാത്രമല്ല, ചിക്കൻ വെച്ചിട്ടും അതുപോലെ പനീർ വെച്ചിട്ടും വെജിറ്റബിൾസ് മാത്രമായിട്ടൊക്കെയും ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. കുട്ടികൾക്കും അതുപോലെ വലിയവർക്കായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്